വോട്ട് കൊള്ളയ്ക്കെതിരെ രാജ്യ തലസ്ഥാനത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ മാർച്ച്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രതിഷേധം ഭരണപക്ഷത്തിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ശക്തമായ മുന്നറിയിപ്പായി മാറി. 300-ലധികം MP-മാർ പങ്കെടുത്ത ഈ മാർച്ച് ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യവും കരുത്തും വിളിച്ചോതുന്നതായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള മാർച്ച് ഇന്ന് രാവിലെ 11:30 പാർലമെന്റിൽ നിന്നാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. മുദ്രാവാക്യങ്ങൾ മുഴക്കി നടന്ന ഈ മാർച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കാണ് ലക്ഷ്യമിട്ടിരുന്നത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അഖിലേഷ് യാദവ്, കനിമൊഴി, സുപ്രിയ സുലേഖ തുടങ്ങിയ ഇന്ത്യ സഖ്യത്തിലെ മുൻനിര നേതാക്കളെല്ലാം തന്നെ മാർച്ചിൽ അണിനിരന്നു. മോദി ചോർ ഹേ എന്ന മുദ്രാവാക്യമാണ് MP-മാർ പ്രധാനമായും മുഴക്കിയത്. പ്രതിഷേധം റോഡിന്റെ ഒരു ഭാഗം തടസ്സപ്പെടുത്തിയതോടെ പോലീസ് ഇടപെട്ടു. പോലീസ് മാർച്ച് തടഞ്ഞപ്പോൾ MP-മാർ റോട്ടിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇത് സ്ഥലത്ത് വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. തുടർന്ന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. എന്നാൽ പോലീസ് വാഹനത്തിൽ നിന്നും അവർ മുദ്രാവാക്യം വിളികൾ തുടർന്നു. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി പോലീസ് വാഹനത്തിലേക്ക് കയറിയത്. ഈ ചിത്രം പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടി. പ്രതിഷേധ മാർച്ചിന് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് പോകാൻ ഇന്ത്യ സഖ്യം പദ്ധതിയിട്ടിരുന്നു. എന്നാൽ മുഴുവൻ MP-മാർക്കും കമ്മീഷനെ കാണാൻ അനുമതി വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. കമ്മീഷൻ 30 MP-മാർക്ക് മാത്രമാണ് അനുമതി നൽകിയത്. ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനുള്ള തീരുമാനം പ്രതിപക്ഷം ഉപേക്ഷിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും വോട്ടെടുപ്പിലെ സുതാര്യത ഉറപ്പുവരുത്താൻ അവർക്ക് താല്പര്യമില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. വോട്ടെണ്ണലിലും വോട്ടിംഗ് പ്രക്രിയയിലും ക്രമക്കേടുകൾ നടന്നതായി ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാട്ടി. ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പിന് ഇത് വലിയ വെല്ലുവിളിയാണെന്നും അവർ പറഞ്ഞു.